തന്നെന്തോട് ആളെ കളിയാക്കുന്ന? എനിക്ക് സുഖമില്ലാത്ത ആളാന്ന് അറിയത്തില്ലേ? ആ സാമാനം എടുത്തെറിയും കേട്ടോ, പറഞ്ഞേക്കാം കേട്ടോ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർ. ചേട്ടാ എന്താ മ്യൂസിക് അങ്ങനെ വരുന്നേ? എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗ്രാൻഡ് മാജിക്കൽ ചേട്ടൻ അതിന്റെ മൈക്കൊന്ന് ഓഫ് ചെയ്തു പോയി, എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ആരാ ഇത്? എന്താ സംഭവം? നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് ഒരു പണിയെടുക്കാൻ സമ്മതിക്കൂലേ? ഞാൻ വിചാരിച്ച അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കളിയാക്കാണ് ചേട്ടാ. കളിയാക്കിയതല്ല, പിന്നെ ഇതെനിക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അസുഖമാണ്. പേരെന്താ ചേട്ടന്റെ? എന്റെ പേര് ന്യൂ ജനറേഷൻ പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു പേര്? ഉഗ്രം പേര്. എല്ലാവരും ഒരു കൈയടി കൊടുത്ത. അയ്യോ, ഇതെന്റെ പേരല്ല. പിന്നെ എന്റെ പേര് ശശി കുമാർ. കുമാർ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ശശിയ കുമാർ. നല്ല പേരായിട്ട്. അല്ലെ, ശശികുമാർ എന്നാണ്. ഈ അസുഖത്തിന്റെ പേര് ഇടയ്ക്ക് കയറി വരുന്നതാണ്. അസുഖമാണോ? ഇങ്ങനെ അസുഖമുണ്ടോ? ഇത് എങ്ങനെ വന്നേട്ടാ? അതായത് എനിക്ക് ഈ അസുഖം വന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാന് പാതിരാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോ മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോ എന്താണ്? ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വെളുത്ത സാരിയൊക്കെ എടുത്ത് ഞാനിത് പതുക്കെ അടുത്തോട്ട് ചെന്നു. ഇവള് തിരിഞ്ഞതും ഞാൻ പേടിച്ചു. അങ്ങനെ ആ ഷോക്കിൽ എനിക്ക് ഇങ്ങനെ ആയതാണ്. ഇനി ഈ അസുഖം മാറണം. ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നെ ഇതൊരു അസുഖമാണ്. ഹലോ, ഇത് അസുഖത്തിന്റെ ആയിരിക്കല്ലേ? അല്ലല്ല, ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞെട്ടിയൊരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ അത്ഭുതം ആ പരിപാടി കാണുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഞെട്ടൽ നിന്ന് അങ്ങ് മാറുമെന്നാണ് പറയുന്നത്. ശരി, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ വളരെ ഞെട്ടിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഉള്ളത്. സാധ്യതയുണ്ട്. അത് കാണുമ്പോ എനിക്കത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കണ്ടോളാം ഞാൻ. അങ്ങനെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടല്ലേ? നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഒരു പ്രത്യേകത അല്ലേ, ഇതിൽ വരുന്ന എന്താ പറയാ എല്ലാ പരിപാടികളും ഞെട്ടിക്കുന്നതാണെന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഓരോ പേഷ്യൻസ് വരെ നമ്മുടെ പ്രോഗ്രാം കണ്ട് ഞെട്ടി അവരുടെ അസുഖങ്ങളൊക്കെ മാറാൻ വന്നു തുടങ്ങി. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷത്തോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം അല്ലേ? യെസ്. വെൽക്കം ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്, പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. എല്ലാ പ്രേക്ഷകർക്കും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഈ പ്രോഗ്രാം കണ്ട് എൻജോയ് ചെയ്യാൻ നല്ല ഒരു ഓഡിയൻസ് ഉണ്ട്. അവരെത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ പറ്റി പറയാം. ഇനി വരാൻ പോകുന്ന ആദ്യത്തെ ആൾ മിടുക്കൻ കുട്ടിയാണ്. അവന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്.
പിന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അതെ. നമ്മളൊക്കെ ആദ്യം അവൻ സിനിമയിൽ വന്നപ്പോൾ അവനെ ജുഗ്രു എന്നാണ് വിളിച്ചത്. ശരിക്കുള്ള പേര് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് അത് ഗൗരവ് മേനനാണ്. ഗൗരവ് മേനനാണ് ഒരാൾ. മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി നായികയാണ്. ആദ്യം ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൂടെ മോഡലിങ്ങിലൂടെ നമ്മൾ മലയാളികൾക്ക് സുപരിചിതയാണ്. ഈ ആളുടെ പ്രത്യേകത എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ കേളി ഹെയർ ആണ്. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇറങ്ങിയ വിനീത് ശ്രീനിവാസന്റെ എബി എന്ന മൂവിയിലെ അനുമോൾ എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? എങ്ങനെ മറക്കാൻ? ആ ഒരൊറ്റ ക്യാരക്ടറിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നായികയാണ്, ഒരു കൊച്ചു സുന്ദരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മറീന മൈക്കിൾ and Gaurav Menon. This is Grand Magical Circus. Powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. ചിരകരിയാതെ മലനിരകളിൽ മുകിലലകളിൽ ചേക്കേറുവാൻ അതിരലിയുകയായി പിഴിവിടരുകയായി ആകാശമേ അമ്മയെ പോലെ നെറുകയിൽ നുകരൂ മേലെ പാറി പറക്കൂ തിരുച്ചിരകരിയാതെ മറീന ആൻഡ് ഗൗരവ് മേനൻ. യെസ്, ഗൗരവ് മേനൻ എന്ന് പറഞ്ഞിട്ട് ഗൗരവ് മേനൻ വലിയ പേര്, വലിയ ആൾക്കാരുടെ പേരൊക്കെ ഇട്ടിട്ട് നമ്മുടെ ജുഗ്രുവിനെ ജുഗ്രു എന്ന് വിളിച്ചാ പോരെ? ഇപ്പോഴും ജുഗ്രു എന്ന് വിളിക്കാറുണ്ടോ? ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ പോകുമ്പോ എല്ലാവരും ജുഗ്രു എന്നാ വിളിക്കാറ്. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ കഥാപാത്രം മനസ്സിലേക്ക്, ആൾക്കാരുടെ എല്ലാം മനസ്സിലേക്ക് കടന്നു കയറുക, അവരെല്ലാരും ആ പേര് വിളിക്കുക, അതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? അപൂർവം ചില നടന്മാർക്ക് മാത്രമേ അങ്ങനെ പേര് കിട്ടിയിട്ടുള്ളൂ. മണിയമ്പിള്ള രാജു, കക്കരവി, അതുപോലെ ജുഗ്രു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സെലിബ്രിറ്റി ഗസ്റ്റ്, ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ എബി എന്ന ചിത്രത്തില് ആ സിനിമ കണ്ട ആർക്കും മറക്കാനാവില്ല. നമ്മുടെ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച ഒരു അടിപൊളി ആക്ട്രസ് ആണ്. അതിലെ അനുമോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൂവിയുടെ വിശേഷങ്ങൾ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? സിനിമയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അനീഷ് ഏട്ടൻ, പുള്ളി ത്രൂ ആണ് അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. സോ പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാനാണ് അതിലെന്ന്. ശ്രീകാന്ത് സാറ് വന്ന് ജസ്റ്റ് കണ്ടുപോയേ ഉള്ളൂ, കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷെ വിത്തൗട്ട് മേക്കപ്പ് നമ്മൾ കുറേ സ്ട്രഗിളൊക്കെ ചെയ്തൊരു ഷൂട്ടാണ്. അപ്പം അതിൻ്റെ റിസൾട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോ നെക്സ്റ്റ് മൂവി ഏതാണ് റിലീസ് ചെയ്യാനുള്ളത്? നെക്സ്റ്റ് ചങ്സ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഹാപ്പി വെഡിങ് ടീമിന്റെ അടുത്ത പടം ചങ്സ്. യെസ്, അപ്പൊ ഒരുപാട് മൂവീസ് ഇങ്ങനെ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കന്നഡ സിനിമ ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്,
ആള് പുലിയാട്ടോ. അതെ, സൗത്ത് ഇന്ത്യയില് എല്ലാ ലാംഗ്വേജിലും ഓൾമോസ്റ്റ് മൂവീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് കൂടെ ആയി കഴിഞ്ഞാൽ ആള് പൂർത്തിയായി. അതെ അതെ. കലേഷേട്ടാ, നമ്മുടെ ഈ 2 സെലിബ്രിറ്റീസിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിൽ ഗൗരവ് മേനോന്റെ ഒരു ഇത് പറയട്ടെ, ആളൊരു പ്ലേ ബാക്ക് സിംഗർ ആണ്. അതറിയോ? എനിക്കറിയാം. അറിയാം. എന്നാ ഒരു സോങ് ഒന്ന് 2 പേര് പാടാമോ? മൂവിയിൽ പാടിയത്. ഞാൻ ബെൻ എന്ന് പറഞ്ഞ മൂവില് ഓന്റെ ജീവിതം എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പാടി വിളിച്ചോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയാലോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയാലോ. വെറുതെ ഇങ്ങനെ നടക്കാലോ, വെറുതെ ഇങ്ങനെ കിടക്കാലോ, ആരോടും ഉത്തരം പറയണ്ടല്ലോ. സേ ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയാലോ. ഓയേ ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയാലോ. കിട്ടുന്നതെല്ലാം തിന്നാലോ, വെടികെട്ട് പോലും തിന്നാലോ, തോന്നുമ്പം കിടന്നുറങ്ങാലോ, നാളെയെ പറ്റി ടെൻഷൻ അടിക്കണ്ടാലോ. കാരണം പട്ടിക്കുണ്ടൊരു വൈഫുച്ച, പട്ടിക്കുണ്ടൊരു വൈഫുച്ച, വെറുതായാലും പട്ടിയാകും, വെറുതായാലും പട്ടിയാകും. പൂച്ചക്കുണ്ടൊരു വൈഫുച്ച, പൂച്ചക്കുണ്ടൊരു വൈഫുച്ച, വെറുതായാലും പൂച്ചയാകും, വെറുതായാലും പൂച്ച. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ആരാകുമെന്ന് ടെൻഷൻ അടിക്കണോ, ടെൻഷൻ അടിക്കണോ, ടെൻഷൻ അടിക്കണോ. ലെറ്റ്സ് ഗോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടിയോ പൂച്ച ആയാലോ. ഓയേ ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടിയോ പൂച്ച ആയാലോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലെ ഗസ്റ്റ് ആയിട്ട് എത്തിയതിന്. നിങ്ങൾക്ക് ആ ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാം. Thank you so much. This is Grand Magical Circus powered by Gandam Kodati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴല്ലോ ഒരുപാട് പേരെ കണ്ടു. ഇത്ര മെനകെട്ട രീതിയിൽ കോസ്റ്റ്യൂം ഇട്ടല് വൃത്തിയായിട്ട് ചെറുക്കണം ഞാൻ കണ്ടില്ല. ഞാനെന്താ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ആ നിൽക്കണ മെനകെട്ടവൻ ഏതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതാണ് കലേഷ് എന്ന്. ശ്രിത എന്നോട് പലപ്പോഴും ചോദിക്കുക, കലേഷ് ഏട്ടാ ഈ ഒന്നുമില്ലാത്ത കയ്യിൽ നിന്ന് എങ്ങനെ പ്രാവ് വരും? അതെ ശരിയാണ്. തൊപ്പിക്കുള്ളിൽ നിന്ന് എങ്ങനെ പ്രാവ് വരും? അതെ ശരിയല്ലേ, നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? പിന്നെ ഒരു ഒഴിഞ്ഞ പാത്രം കാണിച്ചിട്ട് അതിനകത്ത് നിന്ന് എങ്ങനെ പ്രാവ് വരും? അതെ, അതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് 250 തവണ എന്റെ അടുത്ത് ചോദിച്ചിരിക്കാം. സീരിയസ് ആയിട്ട് ഇത് ചോദിച്ചു ഈ സീക്രട്ട് മാത്രമല്ല, മാജിക്കിന്റെ എപ്പോ മാജിക് കണ്ടാലും അതെങ്ങനെ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു. ശരിക്കും മനസ്സിന്റെ ഉള്ളിലെ ആ ചോദ്യമാണ് ശരിക്കും കൂടുതൽ മാജിക്കുകൾ കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ചോദ്യം ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. പക്ഷെ ഇന്ന് ശ്രിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മാന്ത്രികൻ വരുന്നു, അദ്ദേഹം അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പ്രാവിനെ സൃഷ്ടിക്കുന്നു. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഹരിദാസ് ഏട്ടനെ. ഹരിദാസ് തെക്കയിൽ, തൃശൂർ. This is Grand Magical Circus powered by Kandam Kodati Kunkuma Chandanadi Fairness Oil and Amrita Bindu.
ഞാൻ ഉറങ്ങത്തില്ല. വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെനസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ആരാണ്? ഓക്കേ. നമ്മള് ഇവിടെ ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഒരുപാട് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ മാജിക് കണ്ടിട്ടുണ്ട്, സർക്കസ് കണ്ടിട്ടുണ്ട്, പല തരത്തിലുള്ള വെറൈറ്റി എന്റർടൈൻമെന്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ വേദിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈക്കിൾ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. അദ്ദേഹം വിളിച്ച് കേട്ടതനുസരിച്ച് അദ്ദേഹം ഫ്രണ്ട് വീൽ ഉയർത്തി ഓടിക്കും, ബാക്ക് വീൽ ഉയർത്തി ഓടിക്കും. എന്തിനാ അതിന്റെ ഹാൻഡിൽ ഇരുന്നുകൊണ്ട് പോലും പുള്ളി കൈകൊണ്ട് ചക്രം കറക്കി ഓടിക്കുന്ന ഒരു വിദഗ്ധനായ ആളാണ്. ഇഷ്ടമാണോ? ഓയ്യോ കലേഷേട്ടാ, എന്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സൈക്കിൾ യജ്ഞം. എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് അല്ല ചേട്ടൻ ഇതല്ലാതെ വേറെ എന്തൊക്കെ ടയർ എടുത്തിട്ടേ ഞാൻ പോട്ടിക്കറി ഉണ്ടാക്കും. അതെന്റെ ഹാൻഡിലും കൊണ്ട് ഞാൻ നല്ല ഒന്നാം തരം മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. അപ്പൊ ചെറിയൊരാളല്ല ഇദ്ദേഹം. സൈക്കിൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അതിന്റെ ടയർ എങ്ങനെ പറഞ്ഞേ? ഞാൻ ആരെന്ന് ഇയാൾ മനസ്സിലായോ? ഞാൻ ആരാന്ന് ഉദ്ദേശിച്ചിട്ടായി പറഞ്ഞേ? ആരാ നിങ്ങള്? ഞാൻ സൈക്രാറ്റിസ്റ്റ്, മനോരോഗ വിദഗ്ധൻ. അത് ഞാൻ എന്തിനാ അത് പറയണേ? എന്നെ പറ്റി മറ്റുള്ളവരല്ലേ പറയണ്ടേ, ഞാൻ എന്തിനാ പറയണേ? അത് ഞാൻ പറയേണ്ട കാര്യം. ഞാൻ മുൻഷി മാഷൊന്നുമല്ലോ. കലേഷിന് കാര്യം എന്നു മനസ്സിലായോ? എന്റെ പേരെങ്ങനെ മനസ്സിലായി? അതാണ് സൈക്കോളജി. ആള് ചില്ലറക്കാരനല്ല. ഒരു പരിചയമില്ലാതിരുന്ന ആളെ എന്റെ പേര് വരെ മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? സൈക്കോളജി ഒന്നും പഠിക്കാൻ സാധിച്ചു? ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴല്ലോ ഒരുപാട് പേരെ കണ്ടു. ഇത്ര മെനകെട്ട രീതിയിൽ കോസ്റ്റ്യൂം ഇട്ടല് വൃത്തിയായിട്ട് ചെറുക്കണം ഞാൻ കണ്ടില്ല. ഞാനെന്താ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നിൽക്കണം മെനകെട്ടവൻ ഏതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതാണ് കലേഷ് എന്ന്. എനിക്ക് അങ്ങനെ മനസ്സിലായത്. അത്ര ധൈര്യമുള്ള ആളാണെങ്കിൽ എന്റെ മനസ്സൊന്ന് വായിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കാൻ്റെ തന്നെ നല്ല കേട്ടോ, ഒരു മൂടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്ര വലിയ ഇതുള്ള ആളാണെങ്കിൽ വലിയ സൈക്കോളജിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? എന്റെ മനസ്സൊന്ന് വായിച്ചു നോക്ക്. എന്നെ ഇളക്കുകയാണോ? ശരി, ഞാൻ മനസ്സ് വായിക്കാം. എന്റെ കണ്ണിലേക്ക് നോക്കൂ. ഓ, നിങ്ങളുടെ മുഖം ആടിന്റെ കൂട്ടിരിപ്പുണ്ട്. മനസ്സ് വായിക്കട്ടെ, നേരെ തിരിഞ്ഞേക്കാം. ആള് മറക്കാതെ പിന്നെ വായിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, അയ്യോ എന്താ ചേട്ടാ? എന്താ നടുക്കിലത്തെ പേജ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം മടക്കി വെക്കും. അതാ എൻ്റെ ഒരു സ്വഭാവം. പണ്ട് എന്ത് വൃത്തികെട്ട മനുഷ്യനാത്. മനസ്സ് വായിച്ചിട്ട് ഞാൻ നാണം കെട്ടുപോയി. എന്ത് വിശ്വാസം ഈ പുള്ളിക്കാരത്തിനോട് ഇത്ര നേരം നിന്നെ? ആരാന്നറിയാമോ? അതൊക്കെ പറയാൻ പോണേ. പടം വരെ ഉണ്ടെന്ന്. പടം അവളുടെ മനസ്സ് വായിക്കും. അവളുടെ മനസ്സ് വായിക്കും. എന്തിനാ ഇതൊക്കെ അവളുടെ അടുത്ത് പറയാൻ പോണേ? അവളുടെ മനസ്സ് വായിക്കും. നേരത്തെ കാണിച്ച പോലെ മറച്ചൊന്നും വായിക്കണ്ട. ഇങ്ങനെ നിന്ന് വായിച്ചാൽ മതി. ചകഞ്ഞു വായിച്ചാൽ കുഴപ്പമില്ല. ഇങ്ങനെ നിന്ന് വായിച്ചാൽ മതി. എന്റെ കണ്ണുകളിലേക്ക് ഇതെന്താ? ഇത് ഞങ്ങൾ മനോരോഗ വിദഗ്ധന്മാർ ചുമ്മാ കാണിക്കും. ഇല്ലെങ്കിൽ ചില വിവരമുള്ള രോഗികൾ പറയും ഞങ്ങൾ ഒരു പണിയും ചെയ്യാതെ ചുമ്മാ പൈസ മേടിച്ചെടുക്കുമെന്ന്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഏതാണ്ട് ഒരുപാട് ചെയ്തതായിട്ട് രോഗികൾക്ക് തോന്നും കേട്ടോ. എന്റെ കണ്ണുകളിലേക്ക്, എന്റെ കണ്ണുകളിലേക്ക് മാത്രം, എന്റെ കണ്ണുകളിലേക്ക് മാത്രം. എന്റെ പൊന്നോ, എന്റെ കണ്ണ്. ഈ സെന്ററിൽ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് ഒരു ഓറഞ്ചിന്റെ ജ്യൂസും കഴിച്ച് ഈ ലൈറ്റ് മൊത്തം കെടുത്തി കഴിഞ്ഞ് എന്നെ രസമായിരുന്നില്ലേ? ഞാനങ്ങ് ഗോവയിലേക്ക് പോയി. എന്റെ കണ്ണ് എന്റെ കണ്ണ് അത് പറഞ്ഞ ഞാൻ വീണ്ടും പോകും. നിങ്ങള് എന്റെ കണ്ണുകളിലേക്ക് നോക്കും. എന്റെ കണ്ണുകളിലേക്ക് മാത്രം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പട്ടുസാരികൾ, ഒരുപാട് സ്വർണത്തിന്റെ ആഭരണങ്ങൾ, വൈകുന്നേരത്തെ സീരിയൽ അല്ലേ?
എങ്ങനെ മനസ്സിലായി ചേട്ടാ? എങ്ങനെ മനസ്സിലായി? ഇപ്പോഴാണ് ഡോക്ടർ ഒരു വിശ്വാസം. അയ്യോ ഇതൊന്നും പഠിക്കണേ, സൈക്കോളജി പഠിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ 90% പെണ്ണുങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉള്ളതെന്ന് ആർക്കറിയാൻ പാടില്ല. ആഹാ, അതായിരുന്നോ? അതെ, ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കണം. എന്തെങ്കിലും മെന്റൽ മാജിക്കുകൾ കയ്യിലുണ്ടോ? മെന്റൽ മാജിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീണ്ടും നിങ്ങൾ അളക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, 1-നും 3-നും ഇടയിലുള്ള ഒരു സംഖ്യ ഓർത്തേ. 2 അല്ലേ? ഇതുപോലെ വേറെയൊക്കെ ഉണ്ടോ? ഇതുപോലെ വേറെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു 3000 രൂപയുടെ ഒരു വർക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിനെ അന്വേഷിച്ചു വന്നതാ. എന്റെ ഒരു പേഷ്യന്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പേഷ്യന്റോ? സുഖമില്ലാത്ത ആളോ? സുഖമില്ലാത്ത ഒരാൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നില്ലല്ലോ. വന്നോ? ഞാൻ നോക്കായിരുന്നു ഇതിന്റെ ഇടയിൽ അങ്ങനെ ആരെയും കാണാനില്ല. ഈ കൂട്ടത്തിൽ ആരുമില്ല. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഭയങ്കര ഒരു ആപത്ത് കണ്ട് അത്ഭുതം കണ്ട് പേടിച്ചു പോയി. യക്ഷി കണ്ട ആളാണോ? അതെ അതെ, ഇങ്ങനെ ആക്കുന്ന ആളാണോ? അതെ അതെ. പുള്ളി ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? പേഷ്യന്റ് ആണോ? അതെ അതെ. അയ്യോ, നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഡോക്ടർ വേഗം വിളിച്ചോണ്ട്. അതല്ല, ഇവിടെ വലിയ അത്ഭുതങ്ങളും ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. അത് കണ്ടിട്ട് ആ പേടിച്ചു പോയ മനസ്സ് തിരിച്ചു വരാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത്. എന്ത് ധൈര്യത്തിലാണ് ഡോക്ടർ ഇങ്ങോട്ട് വിട്ടത്? ഇവിടെ ഉണ്ട് പുള്ളി. പുള്ളി ഇവിടെ ഉണ്ട്. വേഗം വിളിച്ചോണ്ട് പോ. ആണോ? എങ്കിൽ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് വരാം. അയ്യോ ചേട്ടാ, അവിടെ സിംഹത്തിന്റെ കൂടാ. ഇപ്പൊ മനസ്സ് വായിക്കാൻ വന്നവന്റെ ചരമവാർഷികം ഇവരെ കൊണ്ട് ഞാൻ വായിപ്പിച്ചാനെ. എന്നാ ഞാൻ പോയിട്ട് വാ. ഇങ്ങോട്ട് സിംഹമില്ല. വേഗം വിളിച്ചോണ്ട് പോണേ ചേട്ടാ. വേഗം വിളിച്ചോണ്ട് പോണേ. ഞങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാനുള്ള. ചേട്ടാ, സൈഡിൽ പുലിയുടെ കൂടെ ഉണ്ട്. ഈ സൈഡില് നേരെ വയ്ക്കോ. നേരെ പോയാൽ കുഴപ്പമില്ല. ഇങ്ങനെ വയറൊക്കെ പിടിച്ചു പോയാൽ കുഴപ്പമില്ല. അവിടെ ചെറിയൊരു ചീറ്റപ്പുലി ഉണ്ട് കേട്ടോ. This is Grand Magical Circus. Powered by Kandamkulati Kungumachandanadi Fairness Oil and Amrita Bindu. ഇനി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഈ വേദിയിലേക്ക് എത്തുന്നത് ഉഗ്രൻ സാൽസ ഡാൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നല്ല സാൽസ പെർഫോമേഴ്സ് ആണ് ഇന്ന് ഈ വേദി കൈയടക്കാൻ പോകുന്നത്. എല്ലാവരും ചേർന്ന് ഒരു വലിയ കൈയടി. റഹാൻ ഡാൻസ് അക്കാഡമിയിൽ നിന്ന് വരുന്ന 2 കിടിലം ഡാൻസേഴ്സ് ആണ് നമ്മുടെ മുമ്പിൽ ഈ സാൽസ പെർഫോം ചെയ്യാൻ പോകുന്നത്. സുമൻ ആൻഡ് ദീപാൻഷു. Welcome Suman and Deepanshu, and this is Grand Magical Circus powered by Kandamkulati Kungumachandanadi Fairness Oil and Amrita Bindu. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്റെ രോഗം മാറിയിട്ടും എനിക്ക് രോഗം വരണമെന്ന് തനിക്കെന്താ ഇത്ര നിർബന്ധം? നിനക്കൊക്കെ രോഗം മാറിയപ്പോ എന്നെ പോലുള്ള ഡോക്ടർമാരെ എങ്ങനെ ജീവിക്കൂടാ? അതായിരുന്നോടാ മഹാഭാവി. അണ്ട ബ്രഹ്മാണ്ട കോടി അഖില പരിപാലന പൂരണ ജഗത്കാരണ സത്യദേവ ദേവപ്രിയ. This
Grand Magical Circus. Powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്താൻ പോകുന്നത് കുറെ അടിപൊളി കിടിലം ടാലന്റഡ് ആയിട്ടുള്ള മലയാളി താരങ്ങളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരള മാൽക്കം ടീം. This is Grand Magical Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. अंड ब्रह्मांड कोटि अखिल परिपालना पूर्णा जगत् कारणा सत्य देव देव प्रिया वेद वेदार्थ सारा यज्ञ यज्ञोमया निश्चरा दुष्ट निग्रह सप्तलोक संरक्षणा सोम सूर्य अग्निलोचना श्वेत ऋषभ वाहना शूलपाणि भुजग भूषणा
प्रपञ्चादि निष्कलङ्कोऽहं निजपूर्णबोधहं प्रत्यगात्माहं नित्यसम्मोहं स्वप्रकाशोऽहं हं सच्चित्प्रमाणमो मूलप्रमेयमो अयं ब्रह्मास्मि अहं ब्रह्मास्मि ब्रह्मांड कोटि अखिल परिपालना पूर्णा जगत्कारणा सत्य देव देव प्रिया वेद वेदार्थ सारा यज्ञ यज्ञोमया निश्चरा दुष्ट निग्रह सप्तलोक संरक्षणा सोम सूर्य अग्निलोचना श्वेत ऋषभ वाहना शूलपाणि भुजग भूषणा संहारः सकल लोकाय सर्वभूताय सत्य साक्षात्करा ओम शिवोऽहं रुद्रनामं भजेऽहं हर 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 महादेव भीवाय नमो हत्रे वदाय धूरे वदाय नमो हन्त्रे दहनीयसे नमो वृक्षेभ्यो हरिकेशेभ्यो नमस्काराय नमः शम्भवे तमयो भवे नमः शङ्कराय तमयस्कराय नमः शिवाय च शिवधराय च अंड ब्रह्मांड कोटि अखिल परिपालना पूर्णा जगत्कारणा सत्य देव देव प्रिया वेद वेदार्थ सारा यज्ञ यज्ञोमया निश्चरा दुष्ट निग्रह सप्तलोक संरक्षणा ഇവരിവിടെ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പവർ ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് ഹ്യൂമൻ ബീയിങ്സ് ആണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് പോലും, അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്ത് നമ്മൾ ഒരു സെക്കൻഡ് മറന്നു പോയിട്ട് എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് വരുമായിരുന്നു. എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിയാവില്ല, അത്ര സൂപ്പറായിരുന്നു. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹാരാഷ്ട്രക്കാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ബോധം കെട്ട് വീഴുമെന്ന് സംശയമുണ്ട്. കാരണം ഇത് കണ്ടുപിടിച്ചത് മഹാരാഷ്ട്രക്കാരാണെങ്കിലും ഫലപ്രദമായിട്ട് അവതരിപ്പിച്ചത് മലയാളികളാണ്. വളരെ വളരെ അഭിമാനം തോന്നുന്നു. രാജേഷ് മാസ്റ്റർ പൊളിച്ചു ബ്രോ. വേറൊരു കാര്യം, ഇതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 15ഉം 16ഉം ഒക്കെ വർഷമായിട്ട് പല ട്രൂപ്പുകളും ഇങ്ങനെ മാൽക്കം പെർഫോമൻസ് നടത്താറുണ്ട്. പക്ഷേ ഇത് വെറും 2 വർഷമായ കേരള മാൽക്കം ടീം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം ഇപ്പോൾ ഒരുപാട് കൊച്ചുകുട്ടികൾ അവിടെ പഠിക്കാനെത്തി.
ഉഗ്രൻ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ. ഇത് ശരിക്കും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ അഭിമാന നിമിഷമാണ്. എല്ലാവരും ചേർന്ന് വലിയൊരു കൈയടി. എന്താണ് ഈ വിജയത്തിന്റെ കാരണം? കഠിനാധ്വാനം, പിന്നെ അർപ്പണബോധം, പിന്നെ നിരന്തരമായ പ്രാക്ടീസ്. എല്ലാ ദിവസവും പ്രാക്ടീസ്? ഞങ്ങൾ മാസത്തിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 20 ദിവസം പ്രാക്ടീസ് ചെയ്തിരിക്കും. 10 ദിവസമേ റെസ്റ്റ് ഉള്ളൂ. ഒരാൾ മൈക്കുമായിട്ട് ഇങ്ങനെ ആവേശത്തോടുകൂടി മൈക്ക് എടുത്ത് കുറെ നേരമായിട്ട് തട്ടിക്കൊണ്ടിരിക്കുക. പറഞ്ഞോ. അല്ലെങ്കിൽ സീരിയസ്ലി പറയുന്നത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആളുകളാന്ന് തോന്നുന്നു മൊത്തം ഷോയിലുള്ളത്. ഒരു സെക്കൻഡ് ഞാൻ ഇരുന്നിട്ട് എൻ്റെ കണ്ണിങ്ങനെ പോയി. ഞാനത് ഫോണിൻ്റെ അടുത്ത് പറയായിരുന്നു, അത് ക്യാമറയിൽ പെട്ടിട്ടുണ്ടോ, എൻ്റെ ബോധം പോയി എന്ന് പറഞ്ഞിട്ട് ഇനി ട്രോൾ ഇറങ്ങുന്നു. അത്രയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. മോക്കൊക്കെ എത്ര വയസ്സുണ്ട്? 9 വയസ്സുള്ളൂ. പേരെന്താണ്? എന്താണ്? കുരുവി. വെരി ക്യൂട്ട്. സുനിത, ഇനി എന്തായാലും ഒരു നാരങ്ങ വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കണം. അപ്പൊ നമ്മുടെ ഈ കേരള മാൽക്കം ടീമിന്റെ ഒരു കിഡ്ലം പെർഫോമൻസ് ഒന്നല്ല, നിരവധി കിഡ്ലം പെർഫോമൻസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഒരു ബ്രേക്കാണ്. ബ്രേക്ക് എടുത്തിട്ട് ഉടനെ തിരിച്ചു വരാം. ദിസ് ഇസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെനസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தம் நெல்லுவா. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போலே என் பேரத்தம் நெல்லுவா. எவனு ஏறலாமா கோடா வகம் பசந்து, இவதா ரஜனகம் சிறிடுவா ஹிசந்து. மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா, பஞ்சன நீ விரிச்சா பட்டாம் படிச்சிருப்பா. கொஞ்சினா கொஞ்ச கொம்புத்தேன் படிச்சிருப்பா. குடிச்சா வச்சிக்கையா மனசுல வச்சிக்கையா, வெடிச்சா வெள்ளரிக்கா வேண்டாத ஆள் இருக்கா. மை டியர் டார்லிங் உன்னை மல்லிகா கூப்பிடுறா. என்னவோ என் மனசு பால்டா மாறிடுச்சு, ஒன்னதா பார்க்கையில உஷ்ணம் ஏறிடுச்சு. மார்பில் சுடிக்கிற வாடி நிலா. എന്റെ ഡോക്ടറെ എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, നിങ്ങളുടെ അസുഖം മാറിയിട്ടില്ല. ആര് പറഞ്ഞു? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. നിങ്ങളാണോ തീരുമാനിക്കുക? ഡോക്ടറായി ഞാനല്ല തീരുമാനിക്കുന്നത്. അല്ല, ഡോക്ടർ തീരുമാനിച്ചോ, പക്ഷെ എനിക്കറിയാമല്ലോ എനിക്ക് അസുഖം ഇല്ലെന്ന്. എന്റെ മനുഷ്യൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാവും. രോഗികളല്ല രോഗം മാറിയെന്ന് പറയുന്നത്, അത് ഡോക്ടർമാരാണ് പറയുന്നത്. ഡോക്ടർ രോഗം കണ്ടുപിടിക്കാനല്ലേ പറ്റും, മാറിയെന്ന് അറിയുന്നത് പറയുന്നത് ഞാനല്ലേ പറയുന്നത്. അല്ല, ഇത് മാറിയെന്ന് തോന്നും, കുറച്ച് മാറിയെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ രോഗം നിങ്ങളുടെ വീട്ടിൽ മേളിലേക്ക് ചാടി വീണ് നിങ്ങളെ കാർന്ന് തിന്നും, കുരങ്ങ മാങ്ങ തിന്നുന്ന പറയും. എന്തായാലും എനിക്കിപ്പോ ഒരു അസുഖമില്ല സത്യം. നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചാൽ നിങ്ങൾക്ക് മാറിയേ. ഞാൻ നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാണ്. എന്നെയോ? ഹിപ്നോട്ടിസം ചെയ്യാൻ പോകും. ഹിപ്നോട്ടിസം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ കാണിക്കണേ. അത് ഡോക്ടറിനെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാന്ന് പറഞ്ഞില്ലേ? ഹിപ്നോട്ടിസം ചെയ്യണ ഷർട്ട് ഊരിയിട്ടല്ല ഡോക്ടർ. അല്ലെന്ന്. പിന്നെ എടവേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഹിപ്നോട്ടിസം. ഞാൻ ഉറക്കാൻ പോവുകയെന്ന്. എന്നെ ഉറക്കാൻ പോവാണ്? ഉറക്കാൻ പോവാ. നിങ്ങളെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. അതിനുമ്പ് ഒരു 500 രൂപ. എന്തിന്? ഒരു 500 രൂപ. നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് ഫീസ് മേടിക്കും? അതെ, ഒരാൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് പൈസ കൊടുക്കണം. ജോലി ചെയ്ത് കഴിഞ്ഞല്ലേ പൈസ എന്നാ പറയും. അല്ല, അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് 500 രൂപ വേണം. അല്ല, കുഴപ്പമില്ല. നിങ്ങളെ ഞാൻ ഉറക്കി കിടത്തിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തോളാം. അതാകുമ്പോ 100 രൂപ കൂടുതൽ എടുക്കാലോ. എന്നെ ഉറക്കാൻ പോവാ. ഉറക്കാൻ പോവാണ്. നേരെ നിൽക്ക്, കാല കടിപ്പിച്ച് വെച്ചിട്ട് നേരെ നിൽക്ക്. നിങ്ങളെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. എന്റെ ഡാക്ടറിന് കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ഞാനിങ്ങനെ തൂണ് പോലെ മിഴുക്കസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നത് കാണുന്നില്ലേ? എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഉറങ്ങാൻ പോവാണ്. ഞാൻ ചോറും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ.
ഇടയ്ക്ക് അങ്ങനെ വരാറില്ലല്ലോ. നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ഡോക്ടറെ എഴുന്നേക്കുന്നേ. അയ്യോ ഇതിന് ചാർജ് ഉണ്ടല്ലോ, പിന്നെ എന്താ ഇവൻ ഉറങ്ങാത്തെ? നിങ്ങൾ ഉറങ്ങുകയാണ്. എന്നാ പിന്നെ ഉറങ്ങുകയും ചെയ്യും. ഇല്ലല്ലേ? ഇല്ല, ഞാൻ ഉറങ്ങില്ല. നിങ്ങൾ ഉറങ്ങൂല? ഞാൻ ഉറങ്ങില്ല. എടാ ഉറങ്ങടാ. എന്തിന്? ഉറങ്ങ്. ഞാൻ ഉറങ്ങത്തില്ല. എടാ ഉറങ്ങടാ. ഞാൻ ഉറങ്ങത്തില്ല. ഉറങ്ങ്. ഉറങ്ങില്ല. ഉറങ്ങിട്ട് വേറെ കാര്യമുണ്ട്, കഥ പറഞ്ഞു തരാം. എന്ത്? ഉറങ്ങ്. ഞാൻ ഉറങ്ങില്ല. ഞാൻ ഉറങ്ങത്തില്ല. ഉറങ്ങൂലേ? ഇല്ല, ഉറങ്ങൂല. ഉറങ്ങത്തില്ല. സത്യമായിട്ടും? സത്യമായിട്ടും ഉറങ്ങത്തില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ആ ശബ്ദം ഒന്ന് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുമോ? ഏത്? നിങ്ങൾ ആ വൃത്തികെട്ട ശബ്ദം ഉണ്ടല്ലോ, എനിക്ക് അസുഖം ഉണ്ടായിരുന്നപ്പോഴുള്ള ശബ്ദം ഒന്ന് പുറപ്പെടുവിക്കേ. എന്റെ ഡോക്ടറെ, അത് മാറിയെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് മാറി. അതിപ്പോ എനിക്ക് വരില്ല. അത് നിങ്ങളുടെ തോന്നലാണത്, മാറിയിട്ടില്ല. തോന്നലല്ല, എനിക്കിപ്പോ വരില്ല. അത് ഏത് നിമിഷവും നിങ്ങളുടെ മേലെ ചാടി വീഴും. ഞാൻ അതാ പറഞ്ഞ, ഒന്ന് ആ ശബ്ദം ഒന്ന് പുറപ്പെടുവിപ്പിക്കൂ എനിക്ക് വേണ്ടി. ആ ശബ്ദം ഒന്ന് പുറപ്പെടുവിക്കും. അത് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, അത് വരാനായിട്ട് നിങ്ങൾ എന്ത് കണ്ടപ്പോഴാണ്, എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് ആ ശബ്ദം പുറപ്പെടുവിച്ചത്? അത് ഞാൻ ഒന്നും പറഞ്ഞില്ലേ? ഇത് രാത്രി ഞാൻ അങ്ങനെ മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ, രാത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു വെളുത്ത സാരി ഉടുത്ത ഒരു രൂപം. അപ്പോഴാണ് ഞാനത് കണ്ട് പേടിച്ചത്. അതിൽ പിടിച്ച ശബ്ദം ഒന്ന് കേൾപ്പിക്കൂ. സാരിയെ പിടിച്ച നാട്ടുകാർ വല്ല പോലീസ് പിടിക്കുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, ആ സന്ദർഭത്തിൽ പിടിച്ച ശബ്ദം പുറപ്പെടുവിപ്പിക്കൂ. ഞാൻ ആ സന്ദർഭം ഓർക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ശബ്ദം വരുന്നില്ല. സാർ, എന്റെ അസുഖം മാറി. ഇല്ല, മാറിയിട്ടില്ല. ഒന്നുകൂടെ പറയും, ട്രൈ ചെയ്യൂ. ഞാൻ ആ സിറ്റുവേഷനിലേക്ക് വരൂ. ഞാനോ? ഞാൻ ഓൾറെഡി ആ സിറ്റുവേഷനിലാണ്, പക്ഷെ എനിക്ക് ഇത് ആ ശബ്ദം വരുന്നില്ല. വരണം, അസുഖം മാറാനാ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി അത് വരുത്തിയിട്ട് വേണം പുറത്തേക്ക് കളയാൻ. ഇല്ല, പറ്റുന്നില്ല. എടാ പന്നി, തന്നോടല്ലേ 100 തവണ പറഞ്ഞു എനിക്ക് ആ ശബ്ദം വരത്തില്ല, എന്റെ രോഗം മാറിയെന്ന്. പിന്നെ പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്റെ രോഗം മാറിയിട്ടും എനിക്ക് രോഗം വരണമെന്ന് തനിക്കെന്താ ഇത്ര നിർബന്ധം? നിനക്കൊക്കെ രോഗം മാറിയപ്പോ എന്നെ പോലുള്ള ഡോക്ടർമാരെ എങ്ങനെ ജീവിക്കൂടാ? അതായിരുന്നോടാ മഹാഭാവി. എനിക്ക് രോഗം വരണം ആഗ്രഹിക്കുന്നു. പുള്ളിയുടെ അസുഖം മാറിയോ? അവന്റെ അസുഖം മാറി. ഓ, ഈ ഡോക്ടർക്ക് ഒരു കയ്യടി കൊടുത്തേ. പുള്ളിയുടെ അസുഖം മാറ്റിയ ഡോക്ടറാണിത്. എന്ത് പറ്റി ഡോക്ടർ? എന്ത് പറ്റി ഡോക്ടർ? അവന്റെ അസുഖം എനിക്ക് കയറി പിടിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒരു വഴിയുള്ളൂ കലേഷേട്ടാ. ഇതുപോലെ തന്നെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ പരിപാടി ഒന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ നാളെ നമ്മുടെ എപ്പിസോഡിൽ വന്നിരുന്ന് കണ്ടു നോക്കുക. ചിലപ്പോ ഷോക്ക് കിട്ടി ഇതങ്ങനെ മാറിയാലോ. ഒരു ഷോക്കിംഗ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ ഡോക്ടർ അസുഖം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റസിനോട് സംസാരിക്കണ്ടേ? നമ്മുടെ പ്രോഗ്രാം ഇന്ന് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാറായി. എന്താണ് പറയാനുള്ളത്? ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പരിപാടിയിലൂടെ കുറേ ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിന്. പക്ഷെ ഇവിടെ കഴിയുന്നില്ല, അടുത്ത ദിവസവും നിങ്ങൾ ഉണ്ടാവും നമ്മുടെ എപ്പിസോഡിലെ പെർഫോമൻസുകളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അപ്പൊ ഇദ്ദേഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അല്ലേ? അപ്പൊ മെറീനയുടെ പാട്ട് നാളെ അടുത്ത എപ്പിസോഡിൽ. അതെ, തീർച്ചയായും ഉറപ്പിച്ചു. അപ്പൊ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ പോലെ നമ്മളും പ്രേക്ഷകരും എല്ലാവരും അടുത്ത ഒരു എപ്പിസോഡിനായി കാത്തിരിക്കുക. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും ഇദ്ദേഹത്തിനും നമ്മൾ പ്രേക്ഷകർക്കും. അതുവരെ ഗുഡ് നൈറ്റ്. ദിസ് ഈസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. कोई दर्द में
മാജിക്കിന്റെ ഒരു പരമ്പരയിലുള്ള ആളുകളാണ്. പിന്നെ എന്റെ അമ്മാവൻ ഭയങ്കര മജീഷ്യൻ അല്ലേ. പുള്ളി എന്ത് ടൈപ്പ് മാജിക്കാ ചെയ്യുന്നത്? പുള്ളി സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഫയർ എസ്കേപ്പാ. ഏത് തരം മാജിക്കാണ് പുള്ളി ഫയർ എസ്കേപ്പിൽ ചെയ്യുന്നത്? ഫയർ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞാൻ ഏതെങ്കിലും മാടക്കടയിൽ നിന്ന് ഈ ഫയർ മാസിക മേടിച്ചോണ്ടിരും, വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും, പുള്ളി അതുകൊണ്ട് എസ്കേപ്പ് ആവും. അങ്ങനത്തെ ഫയർ എസ്കേപ്പ്.